before you an evening of fashion and passion. Unfolding before you an evening show of hip, hop and hip. So folks, I invite you to Olymp Intercollegiate Beauty Contest. Ladies and gentlemen, the Detroit Theater continues our legendary talent contest with the indefatigable Stepsisters. I'm looking for something, baby, something that'll give me a ride. I'm looking for something, baby. Excuse me? Yes. Are you Parker? Yeah. No. He's calling. ഹായ് അതെ ഞാനിവിടെ നിന്നോട്ടെ അവിടെ നിന്നിട്ടൊരു സുഖമില്ലെന്നേ ഡോക്ടറെ പോയി കാണാം. അതല്ലേ ഞാൻ പാക്കറിനെ കാണാൻ നിങ്ങളില്ല ഡോക്ടർ പാക്കർ ഞാനിവിടെ പോകാനാണ് ഏയ്, നീ ഇവിടെ നിൽക്കാണോ? ഈ സമയത്തൊക്കെയല്ലേ ഞാൻ കൂടെ വേണ്ടത്. വേഗം. എന്താ കണ്ണി ചോരല്ലാണ്ട് ഇങ്ങനെ ഇപ്പഴാ? ഒന്നുകൂടി വിഷയ ഓൾ ദ ബെസ്റ്റ്. ഏയ് സ്റ്റേജ് അവിടെ അല്ലേ, നീ എന്താ പേടിച്ച് മുങ്ങാണ്? ആ ബാത്റൂമിൽ Now I invite the beauty queen of Mysore Maharaja Medical College. Here comes your heartthrob, Anita Reddy. Give her a big hand. എനിക്ക് ജാമ്യം കിട്ടില്ലെന്ന് കരുതിയോ നീ? പണം വാരി എറിഞ്ഞ ഏത് വക്കീലും വീഴും, ഏത് കോടതിയും കനിയും. വിചാരണ വേള നീ ഇവനെതിരെ മൊഴി കൊടുത്ത ശിക്ഷ ഉറപ്പാണെന്നാ വക്കീൽ പറയണേ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ തീർത്തേക്കാൻ. ഇവ സമ്മതിച്ചില്ല. മെഡിസിന് വിട്ടതിനൊരു കൊണവേ. മോർഫിൻ. ഇതിന്റെ എഫക്ട് എന്താണെന്ന് ഞാൻ പറയാതെ നിനക്കറിയാലോ. ഹെവി ഡോസിൽ ഒരൊറ്റ ഇഞ്ചക്ഷൻ. പിന്നെ നിന്നെ കോമയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരുപാട് വർഷത്തെ കഠിന പ്രയത്നം നടത്തേണ്ടി വരും നമ്മുടെ ഡോക്ടർമാർക്ക്. പിടിവിട്ടേക്ക്. സാക്ഷി പറയാൻ ഇനി അവളുടെ നാവ് പൊങ്ങില്ല. നീ മഹിയേട്ടനെ കൊണ്ട് കാറിൽ വെയിറ്റ് ചെയ്യ്, ഞാനങ്ങ് വന്നേക്കാം. Now I invite the beauty queen of Bangalore Medical College, Ashwati Nambyar. അശ്വതി എവിടെ? ഇതുവരെ എത്തിയില്ല. ഇതുവരെ വന്നില്ലേ? ഇല്ല, ഒന്ന് നോക്കി. പിടിച്ചേ. എക്സ്ക്യൂസ് മീ, Yes? യു സോ അശ്വതി നമ്പ്യാർ? No sir. നീ ഒരു കാര്യം ചെയ്യും, അവിടെ നോക്ക്, ഞാനിവിടെ നോക്കാം. രാധു അച്ചു അവിടെ. അവൾ ഇപ്പ വരും. ജ്യോതി അടുത്ത പേര് വിളിച്ചോ, അപ്പോഴേക്കും വരും. ഓക്കേ. Sorry for the interruption. Another beauty queen of Bangalore Medical College, Miss Anjana. അശ്വതി, അശ്വതി, അശ്വതി.
കാർത്തി 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 ഈ പിന്നെ എവിടെ പോയി കിടക്കുക? പിന്നെ ഞാൻ എൻ്റെ കാർത്തിയെ കാണുന്നത് 3 സ്റ്റേറ്റുകളിൽ നിന്നും കിട്ടിയ ശരീരഭാഗങ്ങളായിട്ടായിരുന്നു. കാർത്തിക്കിന്റെ മരണവാർത്ത അറിഞ്ഞ ദേവൻ ആകെ ഒരു മാനസിക വിഭ്രാന്തിയിലായി. കാർത്തിക്കിന്റെ ബോഡി തിരിച്ചറിഞ്ഞതോ സംസ്കരിച്ചതോ ഒന്നും ദേവൻ അറിഞ്ഞില്ല. SP പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ദേവനിപ്പോ ജയിലിലാണെന്ന്. സാറാണ് അതിനിട വരുത്തിയതെന്ന്. സാറിന്റെ സഹോദരിക്ക് വേണ്ടിയാ ദേവന്റെ അനുജൻ ഈ കോളേജിലുണ്ടായ ഒരു റാഗിങ്, അതിന്റെ ഒരു ഷോക്ക്, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. അത് പുറലോകം അറിഞ്ഞാൽ എൻ്റെ പെങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമല്ലോ എന്നോർത്ത് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കായിരുന്നു. വക്കീലെ, എന്റെ ഈ അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ നാളെ ദുഃഖിക്കും താൻ. അതോർത്ത് പശ്ചാത്തപിക്കും. കാർത്തി